അമേരിക്കയിൽ വിവാഹത്തിന് പ്രായപരിധിയൊന്നുമില്ല. ഏത് പ്രായത്തിലും വിവാഹം കഴിക്കാം. ഇത്ര വയസ്സായാലേ വിവാഹം പാടുള്ളൂ എന്നില്ല. അപ്പോൾ അത് നേരത്തെ അറിയാവുന്നൊരു കാര്യമാണെങ്കിലും ഗവർണറാകാൻ പ്രത്യേകിച്ച് പ്രായപരിധിയൊന്നുമില്ല എന്ന് ഇന്നൊരു റിപ്പോർട്ട് കണ്ടപ്പോൾ മനസ്സിലായി. വെർമോണ്ടിൽ ഒരു 15 വയസ്സുകാരൻ സ്റ്റേറ്റ് ഗവർണറായിട്ട് മത്സരിക്കുന്നു. അപ്പോൾ അതിൽ തമാശയുള്ള കാര്യം, ഈ 15 വയസ്സിൽ ഡ്രൈവിങ് പറ്റത്തില്ല. അതുപോലെ തന്നെ ഒരു ബിയർ കഴിക്കണമെങ്കിൽ 21 വയസ്സാവണം. പിന്നെ വോട്ട് ചെയ്യാൻ പറ്റത്തില്ല, 18 വയസ്സാവണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഗവർണറാവുന്നതിന് ഒരു തടസ്സവുമില്ല. അതുകൊണ്ട് ഡീൻ റോയ് എന്ന് പറഞ്ഞൊരു 15-കാരൻ, അദ്ദേഹത്തിൻ്റെ ഫാമിലി എന്തോ പിസ്സ കട നടത്തുകയാണ്. അപ്പോൾ ഫാമിലിയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇദ്ദേഹം ഇലക്ഷന് കയറി നിന്നു. അതിൽ കയറി നിൽക്കാനുള്ളൊരു കാര്യം, ഈ ഇങ്ങേരുടെ ടീച്ചറോ മറ്റോ പറഞ്ഞു എന്ന്, ഇങ്ങേരെ എന്തെങ്കിലും ഇലക്ഷൻ നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ക്യാമ്പയിൻ മാനേജരായിട്ട് ടീച്ചർ വന്നു കളയാവുന്നത്. അപ്പോൾ അതായിരുന്നു പ്രചോദനം. എന്നാൽ പിന്നെ ഇലക്ഷൻ നിൽക്കാൻ പറ്റുമെന്ന് പരിശോധിച്ചപ്പോഴുണ്ട് ഗവർണർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിന് പ്രായപരിധിയൊന്നുമില്ല. ഏത് പ്രായത്തിലുള്ളവർക്കും മത്സരിക്കാം. എന്നാൽ പിന്നെ അങ്ങനെ മത്സരിച്ചു. പക്ഷേ വോട്ട് ചെയ്യാനുള്ള പ്രായമാകാത്ത ഒരാൾ എങ്ങനെ ഗവർണറാകും എന്നുള്ളത് മനസ്സിലാവുന്നില്ല. ഇനി ഗവർണറായിക്കഴിഞ്ഞിട്ട് ചിന്തിച്ചാൽ മതി. എങ്ങനെയായാലും 3% പേര് ഇങ്ങേർക്ക് പിന്തുണ കൊടുക്കുന്നുണ്ട്. അതാണ് ഏറ്റവും അതിശയമുള്ള കാര്യം. ഇത്രയും ചെറുപ്രായമാണെന്നോ പിന്നെ യാതൊരു പരിചയമില്ലെന്നുള്ളതൊന്നും പ്രശ്നമല്ല വോട്ടർമാർക്ക്. അവർക്കൊരു മാറ്റം വേണമെന്നായിരിക്കും ഒരുപക്ഷെ ആഗ്രഹിക്കുന്നത്. ആകെപ്പാടെ 6.5 ലക്ഷം ജനങ്ങളേ ഉള്ളൂ. പിന്നെ വെർമോണ്ട് ഒരു ചെറിയ സ്റ്റേറ്റാണ്. ആകെ നമുക്ക് വെർമോണ്ടിനെ പറ്റി വലിയ പരിചയം ന്യൂയോർക്കിനും കാനഡയ്ക്കും ഇടയ്ക്ക് ഉള്ളതാണ്. അപ്പം വെർമോണ്ടിനെ പറ്റി നമുക്ക് ഏറ്റവും കൂടുതൽ പരിചയമുള്ളത് അവിടെ നിന്നാണ്. സെനറ്റർ ബെർണി സാൻഡേഴ്സ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പരിചയമുള്ള കാര്യം. എന്തായാലും ഈ പയ്യൻ പറയുന്നത് ഈ വില കൂടുതൽ, അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ച്, പിന്നെ കാറുകൾക്കൊക്കെ ആണെങ്കിൽ ഒരുപാട് വില കൊടുക്കേണ്ടി വരുന്നു, വീടുകൾക്ക് വില കൊടുക്കേണ്ടി വരുന്നു, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളെപ്പറ്റിയൊക്കെയാണ് സംസാരിക്കുന്നത്. അങ്ങനെ ജനോപകാരപ്രദമായ കാര്യങ്ങളെപ്പറ്റിയൊക്കെയാണ്. അപ്പോൾ കാറുകൾ, ഈ ജപ്പാൻ കാറൊക്കെ ചെറിയ കാറുകൾ ആണെങ്കിലും മതി. കാരണം അധികം ഓടിക്കാത്ത ആളുകൾക്ക് അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. വലിയ കാറുകളുടെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെയാണ് പറയുന്നത്. എങ്ങനെയായാലും ഈ നിലവിലുള്ള ഗവർണർ ഫിൽ സ്കോട്ട്, റിപ്പബ്ലിക്കൻ, അദ്ദേഹം വളരെ ജനസമ്മതനാണ്. അദ്ദേഹം തന്നെ വിജയിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്തായാലും ഇലക്ഷൻ നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു 15-കാരൻ ഇലക്ഷൻ നിൽക്കുന്നു എന്നുള്ളത് തന്നെ വലിയൊരു കാര്യം. അപ്പോൾ ഈ പാറ്റാകളെ കൊണ്ടുള്ള ശല്യം ഇന്ത്യയിൽ മാത്രമല്ല ഉള്ളതെന്ന് മനസ്സിലായല്ലോ. ചെറുപ്പക്കാരെ അങ്ങനെ അങ്ങോട്ട് അവഗണിച്ച് കളയാൻ പാടില്ല. അവഗണിക്കുന്നത്, ഏതൊരു പ്രസ്ഥാനം അവഗണിച്ചാലും, ഏതൊരു രാഷ്ട്രം അവഗണിച്ചാലും അത് അവരുടെ കഷ്ടകാലത്തിൽ ചെന്ന് അവസാനിക്കുമെന്നാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. കാരണം യുവതലമുറയാണ് അവരുടെ ആശയങ്ങളും അഭിലാഷങ്ങളും. ഇപ്പോൾ ഇന്ത്യയിലത്തെ സ്ഥിതി എന്താണ്? ബി ജെ പി വളർന്നു വന്ന ഹിന്ദുത്വ ആശയം, ഈ ആശയമൊന്നും പുതിയ തലമുറയുടെ തലയിൽ കയറിയെന്ന് വരില്ല. അവരെ സംബന്ധിച്ചോളം ജോലി, കൂലി, നല്ല നിലയിൽ, ഇതൊക്കെയാണ് അവരുടെ ചിന്തയിലിരിക്കുന്നത്. ഇപ്പം അമേരിക്കയിൽ ഒരു ക്രിസ്ത്യൻ രാജ്യം അല്ലെങ്കിൽ ക്രൈസ്തവ ചിന്താഗതി വളർത്തണമെന്ന് പറഞ്ഞാൽ നടക്കുമോ? ഇല്ല. കാരണം യുവതലമുറ അതിനൊന്നും വഴങ്ങിക്കൊടുക്കില്ല. അതേ അവസ്ഥ തന്നെ ഇന്ത്യയിലും ഉണ്ടാവുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതല്ല പ്രധാനപ്പെട്ട നമ്മുടെ വിഷയം ഇതാണ്. ഇന്നിപ്പം ഫേസ്ബുക്കിൽ വലിയൊരു മാറ്റം കണ്ടിരിക്കുന്നു. അവർ ഈ 17 സ്റ്റേറ്റുകളുമായിട്ട് ഒരു കരാറുണ്ടാക്കിയിരിക്കുന്നു. ഏതാണ്ട് $17 ബില്യൺ, $17 ബില്യണിൽ നഷ്ടപരിഹാരമായിട്ട് ഈ സ്റ്റേറ്റുകൾക്ക് കൊടുക്കും. അപ്പോൾ ന്യൂയോർക്ക് സ്റ്റേറ്റിന് $1 ബില്യണിൽ കൂടുതൽ കിട്ടും. സംഗതി ഇതാണ്, ഈ സ്റ്റേറ്റുകളെല്ലാം ഇവരെ സ്യൂ ചെയ്തു. ഈ ഫേസ്ബുക്ക് കുട്ടികളെ അഡിക്റ്റാക്കുന്നു. അവർ സദാസമയം ഇതിൻ്റെ അകത്തിരിക്കുന്നു. അവരുടെ മാനസികാരോഗ്യം തകർക്കുന്നു. അവരെ കുറ്റവാളികളോ അല്ലെങ്കിൽ മാനസിക രോഗികളോ ഒക്കെ ആക്കി മാറ്റുന്നു. അപ്പോൾ ഇതിനെല്ലാം ഒരു തടയിടണം. ഇവർ യാതൊരു നിയന്ത്രണങ്ങളും അതിൽ വരുത്തുന്നില്ല. അതുപോലെ തന്നെ അശ്ലീലവും ഈ കുട്ടികൾക്ക് കാണാൻ പാടില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവരെ കാണിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. ഇതിനെല്ലാം മാറ്റം വരണം. ഇതിൻ്റെ എല്ലാം പേരിലാണ് ഈ സ്റ്റേറ്റുകൾ ഇവരെ സ്യൂ ചെയ്തത്. എന്തായാലും അവർ അതിന് വഴങ്ങുകയാണ് ചെയ്തത്. മൊത്തം 17-18 ബില്യൺ കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ 12 ബില്യൺ ആദ്യം കൊടുക്കും. ബാക്കി കൊടുക്കുന്നത് ഈ സമാനമായ മറ്റ് സൈറ്റുകൾ, ടിക്ടോക്ക്, അങ്ങനെയുള്ള സൈറ്റുകൾ, സ്നാപ്ചാറ്റ്, അവരൊക്കെ കൂടെ കൊടുക്കുകയാണെങ്കിൽ ബാക്കി 5 ബില്യൺ കൂടെ കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഫേസ്ബുക്ക് മാത്രം കാണാതിരുന്നത് കൊണ്ട് കാര്യമില്ല. ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ മാത്രം കാണാതിരുന്നിട്ട് കാര്യമില്ല. മറ്റ് സൈറ്റുകളിലൊക്കെ ചെന്നാലും ഇതൊക്കെ തന്നെ കിട്ടും. അപ്പോൾ അവരും കൂടി ഒരു കരാറിൽ വരണം. അതിന് വേണ്ടിയിട്ടാണ് അവർ നോക്കിയിരിക്കുന്നത്.
അപ്പോൾ ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഫേസ്ബുക്കിൻ്റെ സമയം, കുട്ടികൾ കാണുന്നതിൻ്റെ സമയപരിധി 2 മണിക്കൂറായി കുറച്ചിരിക്കുന്നു. ഒരു ദിവസം 2 മണിക്കൂറിൽ കൂടുതൽ കാണാൻ പറ്റില്ല. അല്ലെങ്കിൽ കാരണവന്മാരുടെ അനുവാദം വേണം 2 മണിക്കൂറിൽ കൂടുതൽ കാണണമെങ്കിൽ. അതൊരു നല്ല തീരുമാനമായിട്ട് തോന്നി. കാരണം ഈ കുട്ടികൾ സദാസമയം ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ നോക്കിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അവർ ഈ ലോകത്തിൽ നിന്ന് യാഥാർത്ഥ്യത്തിൽ നിന്ന് മാറി നിന്നാണ് പിന്നെ ചിന്തിക്കുന്നത്. അപ്പോൾ കളിക്കളങ്ങളിൽ പോകേണ്ട ഒരു കാര്യം, ശരീരം അനങ്ങേണ്ട ഒരു കാര്യവും വേണ്ട, ഒരു മിഥ്യാലോകത്ത് അവർ ജീവിക്കുന്നു. അപ്പോൾ ആ ഇറങ്ങി വരുമ്പോഴത്തേക്ക് യാഥാർത്ഥ്യങ്ങൾ എന്തെന്ന് അവരുടെ തലയിൽ കയറുകയില്ല. അങ്ങനെ വരുമ്പോഴാണ് മാനസിക രോഗികളും അല്ലെങ്കിൽ ക്രിമിനലുകളും ഒക്കെയായി മാറുന്നത്. അപ്പോൾ അത് അങ്ങനെയുള്ളൊരു കാര്യം അവസാനിപ്പിക്കാം. ഈ കുട്ടികൾക്ക് വേണ്ടിയുള്ള സൈറ്റുകളിൽ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഒന്നും അവർക്ക് കിട്ടാത്ത രീതിയിൽ ഈ അവരുടെ ആൽഗോരിതമൊക്കെ മാറ്റാം. അതുപോലെ തന്നെ സ്കൂളിലായിരിക്കുമ്പോഴും രാത്രിയിലും ഒക്കെ മെസ്സേജ് വരുന്നതും ഒക്കെ തടയാം. ഇതൊക്കെയാണ് മെറ്റ പറഞ്ഞിരിക്കുന്നത്. ഫേസ്ബുക്കിൻ്റെ പേരൻറ് കമ്പനി മെറ്റ പറഞ്ഞിരിക്കുന്നത്. സക്കർബർഗ് ഇത്രയും കാശൊക്കെ പിഴയായിട്ട് കൊടുക്കാമെന്നും ഏറ്റിരിക്കുന്നു. ഈ പൈസ ഉപയോഗിച്ച് കുട്ടികൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇതുകൊണ്ട് എത്ര മാറ്റം വരുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇപ്പം നമുക്കറിയാം 21 വയസ്സാവണം, ഒരു ബിയറോ വാങ്ങണമെങ്കിൽ കൂടി എന്ന് കരുതി കുട്ടികൾ ഇവിടെ ബിയർ വാങ്ങുന്നില്ലേ? അതുപോലെ തന്നെ സിഗരറ്റ് വാങ്ങുന്നില്ലേ? ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്കിൽ കൂടി ഒരു നിയന്ത്രണം ഉണ്ടാവും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ ഈ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഈ അശ്ലീല കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ളതെല്ലാം നിർലോഭം കിട്ടുമ്പോൾ അവർക്കത് ഇഷ്ടം പോലെ ഉപയോഗിക്കാനും ഇഷ്ടം പോലെ കാണാനും അതിലേക്ക് അങ്ങ് അഡിക്റ്റഡ് ആവാനും അവസരം കിട്ടുന്നു. അപ്പോൾ ആ അവസരത്തിന് ഒരു തടയിടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതൊരു നല്ല തുടക്കമായിട്ട് കരുതേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടിയാണ് നമ്മുടെ ബിൽ ഗേറ്റ്സ് പറഞ്ഞ മറ്റൊരു കാര്യം. അദ്ദേഹം പറഞ്ഞത് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അത് ഭയങ്കര അപകടകരമാണ്. അതിനെ നിയന്ത്രിക്കുകയും അതിനെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യുകയും ചെയ്തില്ലെങ്കിൽ അത് മനുഷ്യരാശിക്ക് തന്നെ വലിയ പ്രശ്നമാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം 3 തവണയാണ് ഞെട്ടിപ്പോയതെന്ന്. ഒന്ന് 1980 മറ്റേ ഈ ഗ്രാഫിക്സിൻ്റെ ഇൻ്റർഫേസ്, ഗ്രാഫിക്സിന് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്ന് കണ്ടപ്പോഴത്തേക്ക് ഞെട്ടിപ്പോയി. പിന്നീട് വേറെ ഒരവസരം കൂടെ പറയുന്നുണ്ട്. പിന്നെ 3-ാമത്തെ അവസരം ഈ ആന്ത്രോപ്പിക്കല്ല ഈ ചാറ്റ് GPT അദ്ദേഹത്തെ കൊണ്ടുപോയി കാണിക്കുകയുണ്ടായി. അപ്പോൾ അത് ഈ കോഡിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാലുടൻ ചെയ്യുന്നത് കണ്ടപ്പോഴത്തേക്ക് ആശ്ചര്യപ്പെട്ടുപോയി, ഞെട്ടിപ്പോയി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ കമ്പ്യൂട്ടർ ലോകത്തിൽ നമുക്കറിയാം ഈ പേഴ്സണൽ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിനെ ഇത്രയധികം ആഗോളവൽക്കരിക്കുകയും വ്യക്തികൾക്ക് അത് കമ്പ്യൂട്ടർ കിട്ടുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കിയത് ഇങ്ങനെയാണ്. ബിൽ ഗേറ്റ്സ് ആണ്. അദ്ദേഹവും മൈക്രോസോഫ്റ്റും കൂടിയാണ് ലോകത്ത് ആ കമ്പ്യൂട്ടർ വിപ്ലവം ഉണ്ടാക്കിയത്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയാണ് ഇത് പറയുന്നത്. അപ്പോൾ അതിലേറ്റവും രസം ഈ ചാറ്റ് GPT അതാണല്ലോ. ഇന്നിപ്പം ചാറ്റ് GPT ഉണ്ട്, അത് മൈക്രോസോഫ്റ്റിൻ്റെ കീഴിലാണ് വരുന്നത്. പിന്നെ ജെമിനൈ ഗൂഗിളിൻ്റെ കീഴിൽ വരുന്നു. അങ്ങനെ ഇനി ആന്ത്രോപ്പിക്കിൻ്റെ വേറെ വരാൻ പോകുന്നു, ഇങ്ങനെ അതിനേക്കാൾ ശക്തിയുള്ളത്. അപ്പോൾ ഇതിൽ ഈ ചാറ്റ് GPT തുടങ്ങുന്നത് തന്നെ ഒരു നോൺ പ്രോഫിറ്റ് ആയിട്ടാണ്. ഓപ്പൺ AI എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. അത് സാം ആൾട്ട്മാനും നമ്മുടെ എലോൺ മസ്കൊക്കെ പൈസ കൊടുത്തതാണ്. എന്നിട്ട് പിന്നെ എലോൺ മസ്ക് 100 മില്യണൊക്കെ കൊടുത്തതാണ്. അതിനുശേഷം പിന്നീട് അതിൽ നിന്ന് അങ്ങ് പിൻവാങ്ങി. ആ സമയത്ത് നമ്മുടെ മൈക്രോസോഫ്റ്റിൻ്റെ സത്യാനാടല്ല, ഇന്ത്യക്കാരനാണല്ലോ, ബുദ്ധിക്കൊട്ടും കുറവ് വരാൻ വഴിയില്ലല്ലോ, അത് കൈയോടെ അങ്ങോട്ട് കൈക്കലാക്കി. അതിന് കൂടുതൽ പൈസ കൊടുക്കുകയും അങ്ങനെ അതിൻ്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി. അങ്ങനെ ആ ചാറ്റ് GPT മൈക്രോസോഫ്റ്റിൻ്റെ ഭാഗമായിട്ട് തീർന്നു. പിന്നീടത് അതിൻ്റെ ഇപ്പം ഒരുപാട് സ്വതന്ത്ര കമ്പനിയൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിലും. അപ്പം അങ്ങനെ ഈ ആന്ത്രോപ്പിക്കും ഈ ചാറ്റ് GPTയും അതുപോലെയുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒക്കെ ഒരു തുടക്കം അതിൻ്റെ എല്ലാം കാരണം മൈക്രോസോഫ്റ്റ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ സ്ഥാപകൻ തന്നെയാണ് ഇങ്ങനെ പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഈ പുതിയതായിട്ടൊരു മോളിക്യൂൾ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ പുതിയതായിട്ട് ഈ കോവിഡ് പോലുള്ള ഈ വൈറസോ അതുപോലുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അതുണ്ടാക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കാൻ പറ്റും, ആർക്ക് വേണേലും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അത് മനുഷ്യരാശിക്ക് തന്നെ ദോഷമായി തീരും. പിന്നെ ജോലികൾ ഇല്ലാതാക്കുന്ന അവസ്ഥ വരും. അപ്പോൾ അതുകൊണ്ട് കർശനമായ നിയന്ത്രണം വേണമെന്നാണ്, സർക്കാരിൻ്റെയൊക്കെ നിയന്ത്രണം വേണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതാണ് ഇനി അദ്ദേഹം അത് അഡ്വക്കേറ്റ് ചെയ്യുകയാണ് ഇനി അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്നും പറയുന്നു. എന്തായാലും ഇങ്ങനെ ഈ ടെക് ഭീമന്മാർ തന്നെ ഈ ടെക്നോളജി കാര്യങ്ങളിൽ അതിൻ്റെ കുറ്റങ്ങളും കുറവുകളും പറയുന്നത് നല്ലൊരു കാര്യം തന്നെ. അങ്ങനെയാണെങ്കിൽ ഇത് മെച്ചപ്പെടാൻ പറ്റൂ. ആരും ചോദിക്കാനും പറയാനും ഇല്ലാതെ $1 ട്രില്യൺ കമ്പനികളായിട്ട് ഇപ്പോൾ മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവയുടെ മേൽ
നിയന്ത്രണമുണ്ടാവണം, സാമൂഹ്യമായ ഒരു ഓഡിറ്റ് ഉണ്ടാവണം, നമ്മുടെ മനുഷ്യരാശിക്ക് ദോഷമില്ലാതാവണം. പിന്നെ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ അതിലേക്ക് വിരൽ ചൂണ്ടുകയാണ് ഈ ബിൽ ഗേറ്റ്സ്. നല്ലൊരു കാര്യം തന്നെ.